ഹലോ ഫ്രണ്ട്സ്, ഇത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താനോ മറ്റൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് ഗസ്റ്റുകളോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തളർന്നു വന്നാലോ ഒരു പാനീയം, അതാണ് സംഭാരം. അപ്പോൾ ഈ സംഭാരം നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയുടെ മനസ്സിലാക്കാൻ പോണത്. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, തീർച്ചയായിട്ടും അറിയാമെന്ന് എനിക്കും അറിയാം. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇത്തിരി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തളർന്ന് വന്നാൽ അല്ലെങ്കിൽ നടന്ന് ചൂടെടുത്ത് വരുമ്പോൾ നമുക്ക് ഒരു ആശ്വാസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സംഭാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സംഭാരം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ശരി, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പം സംഭാരം നമുക്ക് സംഭാരത്തിന് വേണ്ടി നമ്മൾ സംഭാരത്തിലേക്ക് ഇടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. കുറച്ച് കരിവേപ്പില വേണം, കുറച്ച് മല്ലിയില വേണം, പിന്നെ കുറച്ച് പച്ചമുളക്, അതായത് നീളമുള്ള പച്ചമുളകാണ് നല്ലത്. പിന്നെ ഈ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും, കാരണം നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വയറിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചി ഏറ്റവും നല്ലതാണ്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് കഴുകി കട്ട് ചെയ്തെടുക്കാം. ചെത്തിയെടുക്കണം നല്ല വൃത്തിക്ക്. പച്ചമുളക് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് മതിയാവും. നമുക്ക് കുറച്ച് മുളക് മതി, കാരണം എരിവ് അധികമായി പോകും. അതുകൊണ്ടാണ് കുറച്ച് നമ്മൾ കഴുകി എടുക്കുക. നമുക്ക് ഇത്രയൊന്നും ഉപയോഗിക്കണ്ട, എന്നാലും ഞാൻ കുറച്ച് എടുത്തതേ ഉള്ളൂ. മല്ലിയില വന്നിട്ട് നമ്മൾ ചില ആൾക്കാർക്ക് ഈ മല്ലിയില അങ്ങനെ അധികം ഇടുന്നത് ഇഷ്ടം ഉണ്ടാവില്ല, കാരണം അതിൻ്റെ ചിലർക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടം വരില്ല. അത് നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട. പക്ഷേ മല്ലിയില ഇതിന് സംഭാരത്തിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കരിവേപ്പില എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാ സാധനവും എല്ലാവർക്കും പരിചയമുള്ളത് തന്നെയാണ്. എന്നാലും കരിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതും ഇഞ്ചിയെ പോലെ തന്നെയാണ്, നമുക്ക് വയറിന് നല്ല ഗുണകരമായിട്ടുള്ള ഒരു ഇലയാണ് കരിവേപ്പില. പക്ഷേ അത് ഞാനിപ്പോൾ എല്ലാം നാടൻ സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം എനിക്ക് വയലിൽ കൃഷി ചെയ്യുന്ന നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരു വയലിൽ ഞാൻ പോയി കളക്ട് ചെയ്തതാണ്, അല്ല മേടിച്ചതല്ല. അതുകൊണ്ട് എനിക്ക് ഒറിജിനൽ സാധനം കിട്ടും. പിന്നെ കരിവേപ്പിലയിലും ദോഷമുള്ളതായിട്ടുള്ളത് ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഒറിജിനലാണ്. അപ്പോൾ ഇത് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. മുളകും നമുക്ക് അധികം വേണ്ട, ഇന്നിപ്പോൾ അധികമായിട്ടൊന്നും എടുക്കുന്നില്ല, കുറച്ച് കട്ട് ചെയ്തെടുക്കണുള്ളൂ. നമ്മൾ മുളകിൻ്റെ ഞെട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഈ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതും ചെറുതായിട്ട് മാക്സിമം ചെറു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് നമ്മളിപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ചേ എടുത്തിട്ടുള്ളൂ, നമ്മളിതിലേക്ക് മാറ്റാം. ഇതേപോലെ ചെറുതാക്കി ഈ ഇലകൾ, അതായത് കരിവേപ്പിലയും മല്ലിയിലയും നമ്മൾ ചെറുതാക്കി എടുക്കണം. നമുക്ക് അധികം വേണ്ട, കുറച്ച് മതി. കുറച്ച് നമ്മൾ ചെറിയ രീതിയിലാണ് നമുക്കിപ്പോൾ വീട്ടിൽ ഒരു ഗസ്റ്റാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 2-3 പേരൊക്കെ ആണെങ്കിൽ നമുക്ക് അത് കണക്കാക്കി എടുക്കുക. അപ്പോൾ അധികം ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ അത് കണക്കാക്കി നമ്മൾ എടുക്കുക. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെറിയ രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ
കട്ട് ചെയ്തെടുത്ത സാധനങ്ങൾ ഇത്രയാണ്. കാരണം വെച്ചാൽ ഇത് മല്ലിയിലയാണ്, ഇത് കരിവേപ്പില, പിന്നെ ഇത് ഇഞ്ചി, ഇത് മുളക്. അപ്പോൾ ഇത് നമ്മൾ ഇനി തൈരെന്ന് വെച്ചാൽ നമ്മൾ ഒറിജിനലായിട്ട് ഒരു വീട്ടിലുണ്ടാക്കിയ തൈരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒറിജിനലായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈര് ആണ് ഞാൻ ഇതിലിപ്പോൾ കാണിക്കുന്നത്. ഈ തൈരാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തൈര് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി കുറച്ച് നമ്മൾ ഇഞ്ചി ഇതിനകത്തേക്ക് നമ്മളിടുകയാണ്. അതേപോലെ തന്നെ നമ്മൾ മുളകും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. കുറച്ച് കരിവേപ്പില, മല്ലിയില. നമ്മളിതെല്ലാം ആവശ്യത്തിന് നമ്മൾ ഇട്ടാൽ മതിയാവും. നമുക്ക് നമ്മുടെ മനസ്സിലാവുമല്ലോ നമുക്ക് എത്ര വേണം ആ കണക്കിന് നമ്മളിതെല്ലാം ഇടുക. ഓക്കെ, ഞാൻ എന്നിട്ട് നമ്മൾ ഗ്ലാസ് എന്നൊരു എടുത്തിട്ട് നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആവണം. കാരണം ഇത് നമ്മൾ മറ്റേ കവറ് തൈര് മേടിക്കും പോലെ അല്ല, ഇത് ഒറിജിനലാണ്, കട്ടിയുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഒന്ന് കുടിച്ചു നോക്കാം എത്ര നന്നായിട്ടുണ്ട്. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്തതാണെന്ന് അതുകൊണ്ടാണ് ഞാനത് കുടിച്ചു നോട്ടെ. അടിപൊളി. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്ക്. സംഭാരം നമ്മൾ യാത്രകളും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ക്ഷീണമായിട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ളതാണ് സംഭാരം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ.